ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇതാണ് എല്ലാവരെയും ആദ്യം വഴിതെറ്റിക്കുന്നത്. കാരണം ഒന്നോ രണ്ടോ സിഗരറ്റ് വലിച്ചു എന്ന് ഓർത്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റൈലൊക്കെയാണ്. കാരണം സിഗരറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്റ്റൈലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിക്കോട്ടിൻ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു കിക്ക് വരാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ കിക്ക് വരാതെ വരുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത ഒരു സംഭവങ്ങൾ അന്വേഷിച്ചു പോകും. അപ്പോഴായിരിക്കും നമ്മുടെ കൂട്ടുകാരൻ വരുന്നത്, കഞ്ചാവും MDMAയും LSD ഒന്നും ഉപയോഗിക്കാതെ നിനക്ക് എന്ത് ലൈഫാണുള്ളതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും. അവർ ചോദിക്കുന്നതിലൊരു കാര്യമുണ്ട്. കാരണം അവർ ലൈഫ് മനസ്സിലാക്കിയത് കെമിക്കലിലൂടെയാണ്. ആ കെമിക്കൽ തരുന്ന ഡോപ്പമിൻ ഹൈക്കിലൂടെയാണ് ഈ പറയുന്ന വ്യക്തികൾ ലൈഫിനെ മനസ്സിലാക്കിയത്, ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് മനസ്സിലാക്കിയത്. അത് അവരുടെ ഐഡൻറ്റിറ്റി അല്ല. അവരുടെ ഐഡൻറ്റിറ്റിയെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ വന്നിട്ടുണ്ടാവാം, ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം, ബാഡ് സർക്കിളിൽ പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിലും ഓട്ടോമാറ്റിക്കായി ടെൻഡൻസി വരും, ഇതിനകത്തേക്ക് പോകണം, വലിക്കണം, ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ആ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കുക. അതിനകത്തേക്ക് നിങ്ങളെയും കൂടി ചാടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ട്.